ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ആര് ഭരിക്കണമെന്ന് ബി.ജെ.പി. തീരുമാനിക്കുമെന്ന് ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. ശാസ്താവിനെ മനസ്സിൽ വിചാരിച്ച് ഇരട്ടച്ചങ്കിന്റെ ചങ്കിൽ കുത്തിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തലശ്ശേരിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഒ നിധീഷിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി എൻ.ഡി.എ സ്ഥാനാർത്ഥി ഒ നിധീഷിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി ഉയർത്തിയത്. തലശ്ശേരിയിൽ പെരുന്നാൾ തലേന്ന് ഫസൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തി ഹിന്ദു മുസ്ലിം കലാപത്തിനാണ് ലക്ഷ്യമിട്ടത്. ആ കേസിൽ കയ്യാമം വെച്ച് നാടുകടത്തപ്പെട്ട ആളാണ് പിണറായിയുടെ സ്ഥാനാർത്ഥിയെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തലശ്ശേരിയിൽ ഞാൻ ഈ പെരുന്നാളിന്റെ ദിവസം വന്ന് നമ്മുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫസലിനെ കൊന്നത് ഒരു പെരുന്നാളിന്റെ തലേന്ന്. എന്നിട്ട് ഫസലിന്റെ കട്ട പിടിച്ച ചോര മുക്കിയ ഉറുമാല് RSSന്റെ കാര്യത്തിൽ കൊണ്ടിട്ടു. ആ കൊലപാതകത്തേക്കാൾ ക്രൂരത ആ ഉറുമാലായിരുന്നു. കാരണം ഈ തലശ്ശേരിയിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. CBI പിടിച്ചിട്ട് ജയിലിട്ടത് മാത്രമല്ല, നാട് കടത്തിയ ആളാണ് ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥി മിസ്റ്റർ പിണറായി. നിങ്ങൾക്ക് എന്ത് പറ്റി? ആ പാവം ഷംസീറിനെ മൂലക്കിരുത്താൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങള് പിന്നെ കുറച്ച് കഴിവുള്ള ശൈല ടീച്ചറെ നിങ്ങൾ നാട് കടത്തി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? അത്തും വിത്തുമായ മരുമോന്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് പടച്ചോൻ കൊടുത്ത ശിക്ഷയാണെന്നും അതിന് കാരണം ഇവർ ദേശീയപാത വികസനത്തിന് എതിരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ആര് ഭരിക്കണമെന്ന് ബി.ജെ.പി. തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസം വികസനം വിഷയത്തില് ജനങ്ങളൊന്ന് മാറി ചിന്തിക്കും. പിന്നെ പൊതുവെ ഭരണകക്ഷിക്കെതിരായിട്ട് വലിയ വികാരമാകുമ്പം പ്രതിപക്ഷത്തിന് ഒരു ഗെയിൻ കിട്ടും. പക്ഷേ കോൺഗ്രസിനകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ 5 ആളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. KC, RC, VD, KM, മുരളീധരൻ, KS. ഭാഗ്യത്തിന് KS ഔട്ടായി. എന്നാലും 4 ആള് മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് പരിഹാസമാണ് ഇവരോട്. കാരണം അധികാരം കിട്ടുന്നതിന് വേണ്ടി തന്നെ ഇവരെ തമ്മിലടി കാണുമ്പോൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ഈ കടിപിടി കാണുമ്പോൾ ട്രെൻഡ് ആകെ മാറിയിരിക്കുകയാണ്. അത് BJPക്ക് അനുകൂലമാണ്. ചില സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു തൂക്ക് സഭ വരുന്നതാണ്. അങ്ങനെയാണ് BJP വരും. BJP ആയിരിക്കും കേരളം ഭരിക്കണം, ആര് ഭരിക്കണം തീരുമാനിക്കുന്ന വിധത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. NDA തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഒ നിധീഷ്, സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താവ് കൊളക്കോട് ചന്ദ്രശേഖരൻ, BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K ലിജേഷ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, കണ്ണൂർ.